ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ തവണത്തെ ഓണം ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ അല്ല ഇത്. ഓണത്തിൻ്റെ മുന്നേ നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ മാമിയാണ്. വേറെ വിഷ്വൽ നമുക്ക് കാണാം. ഇതും എൻ്റെ ഒരു മാമിയാണ്. സോ നമ്മളെല്ലാവരും ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് യു കെയിൽ നിന്ന സമയത്ത് മിസ് ചെയ്തിട്ടുള്ളത് നാട്ടിലത്തെ ഫുഡാണ്. യു കെയിൽ കിട്ടില്ല എന്നല്ല, പക്ഷേ ഞാൻ നിന്നൊരു ഏരിയയിൽ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടുന്ന അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഇവിടെ പല ടൈപ്പ് പായസങ്ങളും പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ഒരു ഹോംലി ഫീലാണ്. നമ്മളെ മലയാളീസാണ് മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഓണത്തിനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളും പ്ലസ് വേറെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലോറൊക്കെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി അവിടുന്ന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലും നല്ല ഫ്രഷ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുന്നേ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല എന്ന് ഓൾറെഡി അറിയുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭംഗി ഷിജിമാമി ഞാനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് മണമൊക്കെ നോക്കി അത് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എങ്ങനെ ഹനുമാൻ മരത്തോ മലയിൽ വരുന്ന ഇതില്ലേ ഫാമിലിയായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നത് ഒരു 1 year അവിടെ നിന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളൊരു ജേണിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ആ ഏരിയയിൽ നിന്ന് നമ്മൾ കുറേ എന്താ പറയുക റോം ചെയ്ത് കളിച്ചിട്ടാണ് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോയിട്ടുള്ളത്. ഈ ഏരിയൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇവിടെ താഴെ ആ കൊട്ടയിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒറിജിനലാണ്. പക്ഷെ അവിടെ മേലെ തൂക്കിയിട്ട ഒരു ഫ്ലവേഴ്സും ഒറിജിനലല്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഓണം വൈബ് നമുക്ക് നന്നായിട്ട് തോന്നും. അങ്ങനെ കുറേ ആൾക്കാർ ഓക്കെ. ഈ വിഷ്വൽ എന്ന് പറയുന്നത് ഷിജിമാമി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു ഐഡിയ ആണ്, ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഷിജിമാമിനെ കാണിക്കാൻ. അപ്പോൾ നന്നായിട്ട് വന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഓണം ചന്ത പോലത്തെ ഒരു സ്ഥലത്താണുള്ളത് ലുലുവിൽ. അപ്പോൾ നമുക്ക് സുമോദ് മാമനോട് ചോദിക്കാം. മാമൻ ഇവിടെ ദുബായിൽ വന്നിട്ട് എത്ര കൊല്ലമായി? 12 വർഷം. അപ്പോൾ ഇവിടെയുള്ള ഓണം സെലിബ്രേഷൻസും നാട്ടിലത്തെ തമ്മിൽ എന്താ വ്യത്യാസം തോന്നുന്നത്? വ്യത്യാസമൊന്നുമില്ല, എനിക്കറിയില്ല അറിയാം. ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് നാട്ടിലെ പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. അങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെയല്ലേ എന്താ പറയാനുള്ളത് ഓണത്തിനെ പറ്റി? എനിക്കൊന്നും പറയാം ഒന്നും പറയല്ലേ? ഇതൊക്കെ എന്താ പറയാനുള്ളത് ഓണത്തിനെ പറ്റി? ആദ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി മെല്ലെ ഇറങ്ങാനുള്ളൊരു പ്ലാനിലായിരുന്നു. ഓക്കെ ശ്രീ, അപ്പോൾ ഇവിടെ ദുബായിൽ നിന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓണം കഴിഞ്ഞിട്ട് പറയാം, ബാക്കിയല്ല. അനീഷ് മാമി, അതായത് ദുബായിൽ നിന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഓണം മെമ്മറി പൂവൊക്കെ കാണുമ്പോൾ നാട് ഓർമ്മ വരുന്നു. ഈ ഒരു ഏരിയ തന്നെ കാണുമ്പോൾ നാട് ഓർമ്മ വരുന്നു. ഈ ഒരു പാട്ടും അങ്ങനെ ഞങ്ങൾ മേലത്തെ സെക്ഷനിൽ പോയി. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്, ഇങ്ങനത്തെ ബാഗൊക്കെ എന്ത് പരിപാടിക്കാണ് യൂസ് ചെയ്യുക ഐ ഡോണ്ട് നോ. പിന്നെ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് സംഭവങ്ങൾ നമ്മളിങ്ങനെ നോക്കി കാണാൻ ഒരു കൗതുകം തോന്നിയപ്പോൾ ഈ ബാഗ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ കാണാൻ
വാങ്ങാനൊരു തോന്നൽ വരാത്തൊരു ടൈപ്പ് ബാഗാണിത്. അങ്ങനെ ഇസയ്ക്ക് ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തു, ഓണക്കോടിയൊക്കെ എടുത്തു, ഒരു അടിപൊളി പാവാടയും ബ്ലൗസും. അതേപോലെ തന്നെ നമ്മൾ രാവിലെ നടക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതുകൊണ്ട് നമ്മൾ ക്യാപ്പൊക്കെ നോക്കി. ക്യാപ്പൊക്കെ ഇട്ടിട്ട് ആകെ 2 ദിവസം നടത്തില്ല, പക്ഷേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, കുറേ കമ്മലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി. അത് ആക്ച്വലി ആ ടൈപ്പ് കമ്മൽ നമ്മൾ ഓണത്തിന് വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്, പക്ഷെ അത് എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് നാട്ടിലുള്ള SM സ്ട്രീറ്റിലുള്ള ബംഗാളി മാമന്മാരെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. റേറ്റ് കുറവായിട്ട് അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കമ്മലുകൾ അവരാണ് തരിക. അങ്ങനെ കുറേ പെർഫ്യൂമൊക്കെ നോക്കി, പക്ഷെ ഇത് നോക്കുന്ന സമയത്ത് അതേപോലെ ഈ സ്മെല്ലൊക്കെ വന്നിട്ട് തലവേദന വരുന്നുണ്ടേനും. ഞാൻ വെറുതെ ഷിജിമാമിൻ്റെ കൂടെ പോയി നോക്കിയതാണ്, പക്ഷെ എനിക്കത് തീരെ തലയ്ക്ക് പറ്റിയില്ല. അങ്ങനെ ഇതിലേക്ക് നടന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങി, ഓണം റിലേറ്റായിട്ടുള്ള ഡ്രസ്സും അങ്ങനെയൊക്കെ വാങ്ങി നമ്മൾ നൈസായിട്ട് പോകാനുള്ളൊരു റെഡിയായി നിൽക്കുകയാണ്. ആൻഡ് ദെൻ വാട്ട്, ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതാ ദൂരെ കാണുന്നതാണ് നമ്മൾ ആൾക്കാർ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ.